അപ്പോൾ ഇന്നും എന്നത്തെയും പോലെ തന്നെ പ്രാവുകളെ വിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ മൂന്ന് ദിവസം ഗ്യാപ്പിട്ടാണ് പറത്തുന്നത്. കണ്ടിന്യൂസ് പറത്താൻ ഇപ്പോൾ ടൈം കയറ്റിയെടുക്കുന്നതുകൊണ്ട് 3 ദിവസം ഗ്യാപ്പിടുന്നു. ചില ദിവസം 4 ദിവസം ഇടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ പലരും ഡൗട്ടുകൾ ചോദിക്കുന്നത് ഈ ഉണക്കലിനെ കുറിച്ചാണ്. ഈ നെഞ്ചുണങ്ങി ബ്ലേഡ് കണക്കായിപ്പോയി ഡെഡായി പോകുന്നതിൻ്റെ അസുഖത്തെക്കുറിച്ചിട്ടാണ് പലരും, ഒരു 90% ആൾക്കാരും അത് തന്നെയാണ് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം മിക്ക കൂടുകളിലും ഇത് തന്നെയാണ് അസുഖമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ അന്ന് കാണിച്ചിട്ടുള്ളൊരു ഷോർട്സിൽ കാണിച്ചിട്ടുള്ള മരുന്നുണ്ട്, ബാറ്ററി സോൾ എന്നും പറഞ്ഞൊരു മെഡിസിനുണ്ട്. അത് നിങ്ങൾ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഒരു ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അതിനെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഉണക്കൽ വന്നിരിക്കുന്ന പ്രാവുകൾക്ക് ശക്കലം കടല കൊത്തിയിട്ട് അതിനെ ഒന്ന് വായ്ക്കകത്ത് വെച്ച് കൊടുക്കാനുള്ള ശ്രമിക്കുക. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ ഉള്ള അസുഖത്തിൻ്റെ ചോദിക്കുന്നത് നമ്മുടെ ഈ പറത്തുമ്പോഴുള്ള തീറ്റക്രമങ്ങൾ അതെല്ലാവരും വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് തന്നെ എപ്പോഴും ചെയ്ത് വെറുപ്പിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ചെയ്യാത്തത്. പിന്നെ കുട്ടികളുടെ ചോദിക്കുന്നുണ്ട്. കുട്ടികളിപ്പോൾ നമുക്ക് ഏകദേശം ആയി വരുന്നേ ഉള്ളൂ. എന്തായാലും അതിൽ ഞാൻ കുറച്ച് എടുത്ത് പറത്തിയിട്ടൊക്കെ ബാക്കി കൊടുക്കുന്നുള്ളൂ. കുട്ടികളെ എടുത്തൊന്ന് സെറ്റാക്കി നോക്കിയിട്ടൊക്കെ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ എനിക്കൊരു 10-25 പറത്തണമെന്നൊരാഗ്രഹം വീണ്ടും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതിനെ കൊടുക്കുന്നുള്ളൂ. പിന്നെ ചോദിച്ചത് ഈ കാൽസ്യത്തിന് നിങ്ങൾ മരുന്നുകൾ മാത്രമല്ല, ഞാൻ പറഞ്ഞ കണക്ക് മുട്ടത്തോട്, പിന്നെ ഈ ചുടുകട്ടപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളോടെയൊക്കെ കൊടുക്കുക. പ്രാവിന് ദഹനത്തിനായിട്ട് ആവശ്യമുള്ള, അതായത് നമ്മൾ അടച്ചിട്ട് വളർത്തുന്ന സാധനമാണ്. അപ്പോൾ അടച്ചിട്ട് വളർത്തുന്നതുകൊണ്ട് അവർക്ക് പുറത്ത് പോയി അവരുടെ ഇഷ്ടത്തിനൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ട സാധനങ്ങൾ കൂട്ടിലോട്ട് വെച്ച് കൊടുക്കുക. പ്രാവുകൾ നല്ല രീതിയിൽ ക്ഷീണിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കാത്തിരിക്കരുത്. അതായത് ഒരു മരുന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ ഇന്ന അസുഖം വന്നിട്ട് മരുന്ന് കൊടുക്കാമെന്നോ കാത്തിരിക്കരുത്. പിന്നെ കണ്ണസുഖമൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് അങ്ങനെ വെച്ച് നിന്നിട്ട് കണ്ണസുഖം വരുമ്പോൾ മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിറ്റാമിൻസൊക്കെ കൊടുക്കാതിരുന്നിട്ട്, മൾട്ടി വിറ്റാമിൻ മരുന്നുകളൊന്നും കൊടുക്കാതിരുന്നിരുന്ന് അവസാനം നമ്മൾ ഈ അസുഖം വരുമ്പോൾ ഓടി നടന്ന് ഈ വിറ്റാമിൻ മരുന്നുകൾ കൊടുക്കുന്നത്, അതും നിങ്ങൾ ഒഴിവാക്കണം. കാരണം അവർക്ക് വേണ്ട വിറ്റാമിൻസ് ഇടയ്ക്ക് വല്ലപ്പോഴേക്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെള്ളത്തിൽ കലക്കി വെച്ച് കൊടുക്കുക, കുടിവെള്ളത്തിൽ. നമുക്ക് ഒരുപാട് പ്രാവുണ്ടെങ്കിൽ പിടിച്ച് കൊടുക്കലൊന്നും നടക്കില്ല. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാനുള്ളത്, അതിന് ഒരു ദിവസം ഒരു വീഡിയോ രീതിയിൽ തന്നെ ചെയ്യാം. പ്രാവുകൾക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത്, ബേഡ്സിന് ഏതിനായിരുന്നാലും മെയിനായിട്ട് ചെയ്യേണ്ടത് ലെസോട്ട എന്ന് പറയുന്ന വാക്സിനുണ്ട്. അത് നമ്മൾ 6 മാസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് കൊടുക്കാൻ ശ്രമിക്കണം. അത് കൊടുക്കേണ്ട രീതിയും അത് എന്തിനാണ് കൊടുക്കുന്നതെന്നുള്ളതും അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതും കറക്റ്റായിട്ടൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു തരാം. ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും, ഫ്രീസറിനകത്ത് എപ്പോഴും ഈ ഒരു ലെസോട്ട വാക്സിൻ ഞാൻ ഒരു 5-6 വാങ്ങി ഇട്ടിട്ടുണ്ടാവും. അത് പറഞ്ഞു തരാത്തതല്ല, അത് ഞാനത് വിട്ടുപോയതാണ്. അപ്പോൾ അത് കൊടുക്കേണ്ട രീതി, അത് കോഴിക്കാണ് മെയിനായിട്ട് കൊടുക്കുന്നത്, പക്ഷേ അത് പ്രാവിന് കൊടുക്കുന്നത് ബെറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ടിലുള്ളവർ എനിക്ക് മെസ്സേജ് അയച്ച് എൻ്റെ അടുത്തൊന്ന് ചോദിച്ചാൽ മതി. ഞാനത് അനുസരിച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ പലരും 2-3 പേരുടെ അടുത്ത് ചോദിച്ചത്, ഈ പ്രാവ് പറത്തുമ്പോൾ നിങ്ങൾക്ക് പരുന്തിൻ്റെ ശല്യം ഉണ്ട്, അതിനെന്ത് ചെയ്യണമെന്നുള്ളതാണ്. പരുന്തിൻ്റെ ശല്യമൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾ ഈവനിങ്ങിൽ പറത്താൻ ശ്രമിക്കുക, വൈകുന്നേരം പറത്തി കയറ്റി സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതല്ലാണ്ട് ഈ നമുക്ക് മറ്റുള്ള ഈ കാക്കയൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ തുരത്താമെന്ന് വയ്ക്കാം. പക്ഷേ ഈ പരുന്തൊക്കെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതിനെ ഓടിച്ച് കളയുന്ന കാര്യം. അപ്പോൾ അതങ്ങനെ പോവാറും ഇല്ല. അപ്പം ഇത് കുറച്ച് നൈറ്റിലോട്ട് കയറ്റി പറത്തുക, അതല്ലെങ്കിൽ അവരുടെ ഒരു ഇതല്ലാത്ത സമയം നോക്കി വിടാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ ഈ കുട്ടികളുടെ വളർച്ചയ്ക്ക് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുന്നതാണ്. അത് തന്നെ വീണ്ടും പറയുന്നില്ല. അപ്പോൾ പലരും മരുന്നുകളുടെ കേസിലൊക്കെ പറയും, നമുക്ക് അഡീഷണലായിട്ട് പുതിയ മെഡിസിൻസ് എവിടെ നിന്നെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കിട്ടി നമുക്ക് റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ മാത്രം എല്ലാവർക്കും പറഞ്ഞുതരാം. അതല്ലാണ്ട് നമ്മൾ ഒരു ഇതിൽ കാണുന്നതിനെ എടുത്ത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, ഒരു ചാനലിൽ കാണുന്നതിനെ എടുത്ത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, അതല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് ഇല്ലാത്തൊരു കാര്യം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ ഏകദേശം ഒരു 50 കുഞ്ഞ് 100 കുഞ്ഞോളം ഒരു ബാച്ചിൽ നമ്മൾ ഇറക്കും. അത് ഇറക്കുന്നത് ഒരു 6 മാസം ഗ്യാപ്പിലായിരിക്കും ഇറക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇറക്കുന്ന സമയത്ത് നമ്മുടെ ആ കുട്ടികളുടെ വളർച്ച, അതാണ് മെയിൻ. കുട്ടികൾക്ക് ഗ്രോത്ത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബേഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇതിൽ പറത്താനായിട്ടുള്ള സാധനം കിട്ടത്തില്ല. പിന്നെ നമ്മൾ കൊടുക്കുന്നവർക്കും വലിയ ഉപയോഗം ഉണ്ടാവില്ല. കാര്യം അത് ഒരു ഉപയോഗമില്ലാത്ത കുഞ്ഞുങ്ങളായിരിക്കും, ടൈം കയറത്തില്ല. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ പ്രാവുകളൊക്കെ പറത്തുമ്പോൾ നോക്കിയും കണ്ടും നല്ല രീതിയിൽ തന്നെ മരുന്ന് കൊടുത്തൊക്കെ പറത്താൻ ശ്രമിക്കുക.